ജനാധിപത്യ പ്രക്രിയയിലെ പ്രധാന ഘടകമാണ് തെരഞ്ഞെടുപ്പ്. ജനങ്ങളുടെ തീരുമാനമനുസരിച്ചാണ് ജയവും പരാജയവും. ജയിക്കുന്നവർ ഭരണം ഏറ്റെടുക്കും. ഭരണത്തിലിരിക്കുന്നവരാണ് തോൽക്കുന്നത് എങ്കിൽ അവർ രാജിവെക്കും. പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തിൽ അപൂർവമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ. മുൻപൊരിക്കലും ഇന്ത്യൻ ജനാധിപത്യം അനുഭവിച്ചിട്ടില്ലാത്ത വിചിത്രമായ സ്ഥിതിവിശേഷം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നു. ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് വലിയ പരാജയം നേരിട്ടു. പക്ഷേ തോൽവി അംഗീകരിക്കാനോ രാജിവെക്കാനോ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി തയ്യാറായിട്ടില്ല. ഇതോടെ ബംഗാൾ രാഷ്ട്രീയത്തിന്റെ ഭാവിയെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുകയാണ്. മമത രാജിവെക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പശ്ചിമ ബംഗാളിൽ എന്താണ് സംഭവിക്കാനിരിക്കുന്നത് എന്ന ആകാംക്ഷയാണ് എങ്ങും. നിയമപരമായി മമതയ്ക്ക് രാജിവെക്കാതെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ സാധിക്കുമോ എന്നാണ് ചർച്ച. കാവൽ സർക്കാർ എന്നത് അടുത്ത ഭരണകൂടം വരുന്നതുവരെ മാത്രമേ ഉള്ളൂ. രാജിവെച്ചില്ലെങ്കിൽ മമതയെ പുറത്താക്കി അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനാണ് സാധ്യത. അതിനുള്ള അധികാരവും ഗവർണർക്കുണ്ട്. മമതയെ പുറത്താക്കാനുള്ള വഴികൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. നിലവിൽ സാങ്കേതികമായി മമത മുഖ്യമന്ത്രിയല്ലാതായി മാറിയിട്ടുണ്ട്. സർക്കാരിന്റെ കാലാവധി അവസാനിച്ചതോടെ സാങ്കേതികമായി മുഖ്യമന്ത്രിയല്ലാതാകും. പക്ഷേ ഔദ്യോഗികമായി രാജിവെച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നൊന്നുണ്ട്. അതനുസരിച്ച് രാജിവെച്ചില്ലെങ്കിൽ മമതയെ ഗവർണർ പുറത്താക്കാനാണ് സാധ്യത. ഭരണഘടനാ പ്രകാരം ഇതിന് ഗവർണർക്ക് അധികാരമുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 164 പ്രകാരം തെരഞ്ഞെടുപ്പിൽ ഒരു കക്ഷി തോൽക്കുകയോ ഭൂരിപക്ഷം നേടാതെ രാജിവെക്കാൻ വിസമ്മതിക്കുകയോ ചെയ്താൽ അവരെ പിരിച്ചുവിടാൻ ഗവർണർക്ക് അധികാരം നൽകുന്നുണ്ട്. അതല്ലെങ്കിൽ നിയമസഭയുടെ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ച് ഗവർണർക്ക് സർക്കാരിന്റെ ഭൂരിപക്ഷം പരീക്ഷിക്കാം. നിലവിലെ സാഹചര്യത്തിൽ മമതയ്ക്ക് ഇത്തരത്തിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിക്കില്ല. വിശ്വാസ വോട്ടെടുപ്പ് നടത്തിയും മമതയെ പുറത്താക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട്. ഇക്കുറി തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ മമതയ്ക്ക് വിശ്വാസം തെളിയിക്കലും ഭൂരിപക്ഷം തെളിയിക്കലും ഒട്ടും പ്രാവർത്തികമല്ലാത്ത ഒന്നാണ്. എങ്ങനെയായാലും ഇത്തരം നടപടികൾക്കെല്ലാം മുൻപായി ഗവർണർ മമതാ ബാനർജിയോട് സംസാരിക്കും. ഇതിനുശേഷമായിരിക്കും ഇത്തരം നിയമ നടപടികളിലേക്ക് ഗവർണർ കടക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മമതയുടെ തൃണമൂൽ കോൺഗ്രസ് 80 സീറ്റുകൾ മാത്രമാണ് നേടിയത്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി ആരോപിച്ച് രാജിവെക്കാൻ വിസമ്മതിക്കുകയാണ് അവർ. ഞങ്ങൾ തോറ്റിട്ടില്ല, ഞാൻ രാജിവെക്കില്ല എന്നാണ് മമത വാർത്താ സമ്മേളനം വിളിച്ച് നിലപാട് വ്യക്തമാക്കിയത്. ഇതോടെയാണ് 207 സീറ്റുകൾ നേടി ഭരണം പിടിച്ച BJPയുടെ സാധ്യതകളെ കുറിച്ചുള്ള അനിശ്ചിതത്വം ആരംഭിച്ചത്. ഇക്കാര്യത്തിൽ ഭരണഘടനാപരമായി ഏതെങ്കിലും തരത്തിൽ നീങ്ങാൻ സാധിക്കുമോ എന്നായി കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ആലോചന. നിലവിൽ തൃണമൂൽ സർക്കാരിന്റെ കാലാവധി ഔദ്യോഗികമായും സാങ്കേതികമായും അവസാനിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ രാജിവെക്കാതെ മമത തുടർന്നാൽ അക്കാര്യത്തിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ഭരണഘടന എന്തു പറയുന്നു എന്നാണ് ആദ്യം തിരക്കിയത്. ഭരണഘടനാപരമായി ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ സാധിക്കും. അതല്ലെങ്കിൽ ഭരണഘടനാ തകർച്ച ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യാം. അങ്ങനെ വന്നാൽ BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതുവരെ ഒരു ദിവസത്തേക്ക് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനും സാധ്യതയുണ്ട്. മമതയുടെ വിചിത്രമായ നിലപാടിൽ വിദഗ്ധർക്ക് പലവിധ അഭിപ്രായങ്ങളുണ്ട്. ഇക്കാര്യത്തിൽ ഭരണഘടനയിൽ പ്രത്യേക വ്യവസ്ഥകൾ ഒന്നുമില്ലെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന SY ഖുറേഷിയുടെ അഭിപ്രായം. നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നതോടെ അത് പിരിച്ചുവിടണമെന്നാണ് ചട്ടം. ഇവിടെ മമതയുടെ നിയമസഭാ കാലാവധി അവസാനിച്ചു. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിക്ക് പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാനും അവകാശമുണ്ട്. പക്ഷേ ഒരേ സമയം 2 മുഖ്യമന്ത്രിമാർ എന്നത് പ്രായോഗികമല്ല എന്നാണ് SY ഖുറേഷി പറയുന്നത്. അതാണ് 1-2 ദിവസത്തേക്കാണെങ്കിൽ പോലും ഇത്തരം സാഹചര്യങ്ങളിൽ രാഷ്ട്രപതി ഭരണത്തിന് സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്നത്. 5 വർഷത്തിന് ശേഷം ഒരു സർക്കാരിനും തുടരാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ് സാങ്കേതികമായി മമത രാജിവെക്കേണ്ട ആവശ്യമില്ല എന്ന് ലോക്സഭ മുൻ സെക്രട്ടറി ജനറൽ കൂടിയായ PDT ആചാരി പറയുന്നത്. മെയ് 6 ബുധനാഴ്ചയോടെ മമതയുടെ കാലാവധി അവസാനിച്ചതിനാൽ മമത സാങ്കേതികമായി തന്നെ മുഖ്യമന്ത്രി അല്ലാതായി മാറിയെന്ന് PDT ആചാരി പറയുന്നു. 207 സീറ്റുകൾ നേടിയ BJP വലിയ മാർജിനിൽ തന്നെ ഭരണം പിടിച്ചിട്ടുണ്ട്. നിലവിലെ ഭരണകക്ഷിയായിരുന്ന തൃണമൂൽ കോൺഗ്രസ് 80 സീറ്റുകളിൽ ഒതുങ്ങുകയും ചെയ്തു. ശനിയാഴ്ച BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന. ഇതിനു മുന്നോടിയായി ബംഗാളിൽ കനത്ത സുരക്ഷ ഒരുക്കാൻ കേന്ദ്രസേനയ്ക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പരാജയം അംഗീകരിക്കാതെ രാജിവെക്കാതെ ഗവർണറെ കാണാൻ സമ്മതിക്കാതെ TMCക്ക് ധാർമ്മിക വിജയം അവകാശപ്പെട്ടുകൊണ്ടാണ് മമത വിചിത്ര നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആശീർവാദത്തോടെ BJP EVM അട്ടിമറി നടത്തിയാണ് വിജയിച്ചത് എന്നാണ് മമത ആരോപിക്കുന്നത്.
12 മണിക്കൂർ നിരന്തരം പ്രവർത്തിച്ച വോട്ടിംഗ് മെഷീനിൽ 90% ചാർജ് ബാക്കി വന്നത് എങ്ങനെയെന്നാണ് മമത ചോദിക്കുന്നത്. EVM-ൽ കൃത്രിമം നടക്കാനുള്ള സാധ്യതയില്ല എന്നും എന്നാൽ അത് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ടാകാം എന്നുമാണ് തൃണമൂൽ നേതാവ് അഭിഷേക് ബാനർജി പറയുന്നത്. അട്ടിമറി സാധ്യത പരിശോധിക്കാൻ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നുള്ള മുഴുവൻ ദിവസത്തെയും ദൃശ്യങ്ങൾ, പ്രത്യേകിച്ച് അന്നേ ദിവസം ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള ദൃശ്യങ്ങൾ പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നും തൃണമൂൽ ആവശ്യപ്പെടുന്നുണ്ട്. സമീപകാലത്തൊന്നും ഇന്ത്യയിൽ എവിടെയും നടന്നു കണ്ടിട്ടില്ലാത്ത അപൂർവമായ വിചിത്രമായ ഒരു സ്ഥിതിവിശേഷമാണ് ബംഗാളിൽ ഇപ്പോൾ സംജാതമായിരിക്കുന്നത്.